ഡോക്ടർ, ഞാൻ കുറച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, പക്ഷേ തടി കുറയുന്നില്ല. നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണിത്. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ തടി കുറയാനും വേണ്ടിയിട്ട് ഒരിക്കലും ഭക്ഷണം കുറച്ചുകൊണ്ട് മാത്രം കാര്യമല്ല. പകരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീൽ എടുത്താൽ അതിൽ കാർബ്, പ്രോട്ടീന്, വൈറ്റമിൻസ്, മിനറൽസ്, ഹെൽത്തി ഫാറ്റ്സ് ഇതെല്ലാം ശരിയായ അളവിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സിമ്പിളായി ബാലൻസ്ഡ് ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ലഞ്ച് ഒന്ന് ബാലൻസ്ഡ് ഡയറ്റാക്കി സെറ്റ് ചെയ്ത് നോക്കിയാലോ. ചോറ് കാർബാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ നമ്മളെടുക്കുന്ന ചോറിൻ്റെ തുല്യ എമൗണ്ടിൽ പ്രോട്ടീനും നമ്മുടെ പ്ലേറ്റിൽ വേണം. അതായത് നമ്മളെടുക്കുന്ന ചോറിൻ്റെ അതേ അളവിൽ ചിക്കനോ ഫിഷോ പയറുവർഗ്ഗങ്ങളോ സോയാബീനോ ഇതിലേതെങ്കിലും നിർബന്ധമായിട്ടും നമ്മുടെ പ്ലേറ്റിലുണ്ടായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെടുക്കുന്ന ചോറിൻ്റെ അതായത് കാർബിൻ്റെ ഇരട്ടി അളവിൽ പച്ചക്കറികളും നമ്മുടെ പ്ലേറ്റിലുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഒരു കോരി ചോറാണ് എടുക്കുന്നത് എങ്കിൽ 2 കോരി പച്ചക്കറി നമ്മുടെ പ്ലേറ്റിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടി നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, മുരിങ്ങയില തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിന് പുറമെ നമ്മുടെ ബാലൻസ്ഡ് പ്ലേറ്റിൽ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ട് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ പ്രോബയോട്ടിക് ആയിട്ട് തൈരും ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട പ്രോസസ്ഡ് ഫുഡ്സും. ശരീരം ആരോഗ്യകരമായി പ്രവർത്തിക്കാനും ഊർജ്ജം നിലനിർത്താനും അതുപോലെ തന്നെ വിശപ്പ് നിയന്ത്രിക്കാനും ഈ ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങളെ സഹായിക്കും. സോ ഇനി മുതൽ ഭക്ഷണം കുറച്ച് മാത്രം കഴിക്കാതെ ഭക്ഷണം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കും.